ഹലോ നമസ്കാരം. ജെ.സി ആണ്, ജിതിൻ സാറാണ് സംസാരിക്കുന്നത്. സാർ എന്ന് വന്നിട്ടുള്ളത് എന്താണെന്നറിയോ മകളെ, നമ്മുടെ ഈ ഒരു ഫൈനൽ എക്സാമിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചു വെക്കേണ്ട ഒരു 3 ചാപ്റ്റർ ഉണ്ട്. ആ ചാപ്റ്ററിനകത്തുള്ള ഷുവറായിട്ടും ചോദിക്കാൻ സാധ്യതയുള്ള ചില ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരങ്ങളുമായിട്ടാണ് ഇത് വന്നിട്ടുള്ളത്. ഏതൊക്കെയാണ് ചാപ്റ്റർ എന്നല്ലേ മകളെ, ആ ചാപ്റ്ററിലേക്ക് ഒന്ന് കാണിച്ചു തരാം. ഒന്നാമത്തെ ചാപ്റ്റർ ഐഡിയാസ് ആൻഡ് ഏർലി സ്റ്റേറ്റ് എന്ന് പറയുന്ന ചാപ്റ്റർ ഉണ്ടല്ലോ. ആ ചാപ്റ്ററിൽ ഒരു പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. അത് ഞാൻ എന്ത് ചെയ്യാം പറഞ്ഞുതരാം. എൻ്റെ എസ്സേ വരെ ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യം. അതേപോലെ തന്നെ രണ്ടാമത്തത് ത്രൂ ദ സാൻഡി എക്സ്പാൻസീവ് മണലാരണ്യത്തിലൂടെ എന്ന് പറഞ്ഞ ചാപ്റ്റർ ഉണ്ട്. അതിനകത്തും നമ്മൾ ഇതേപോലെ തന്നെ നിർബന്ധമായി പഠിക്കേണ്ട ഒരു ടോപ്പിക് ഉണ്ട്. അതേപോലെ തന്നെ അടുത്തത് ഫ്രം ദ ലാൻഡ് ഓഫ് ചോള ടു ഡൽഹി എന്ന് പറയുന്നുണ്ട്. ചോള നാട്ടിൽ നിന്നും ഡൽഹിയിലേക്ക്. അതിനകത്ത് നിർബന്ധമായി നമ്മൾ പഠിക്കേണ്ട ടോപ്പിക് ഉണ്ട്. അതാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് പറയുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ഇതിനകത്ത് വരുന്നത് എന്ന് നോക്കാം. ആദ്യം തന്നെ ഈ പറയുന്ന ഫ്രം ദ ചോള ടു ഡൽഹി എന്ന് പറയുന്ന ചാപ്റ്ററിൽ തന്നെ നമുക്ക് നോക്കാം. നോക്ക്, ഇതിനകത്ത് ചോദിക്കും ഹു ഈസ് റെഫേർഡ് ആസ് ടു ട്രൈ പാർട്ടി. മകളെ, പ്രധാനമായിട്ട് ത്രികക്ഷികൾ എന്നറിയപ്പെടുന്നത് ആരൊക്കെയാണ്? മകളെ, ത്രികക്ഷികൾ എന്നറിയപ്പെടുന്നത് ഞാൻ പറഞ്ഞിട്ടുണ്ട്, കോഡ് വെച്ച് പഠിച്ചാൽ മതി. നിങ്ങൾ PPR എന്ന് ഓർത്ത് വെച്ചോളൂ. PPR എന്താണ് PPR? മകളെ, നിങ്ങൾ നോക്ക്, P മീൻസ് പാലാസ്, അടുത്ത P എന്ന് പറഞ്ഞാൽ പ്രതിഹാരാസ്, R മീൻസ് രാഷ്ട്രകൂടാസ്. അപ്പോൾ പാലാസ്, പ്രതിഹാരാസ്, രാഷ്ട്രകൂടാസ്. അപ്പോൾ ഓർത്ത് വെച്ചോ PPR എന്നുള്ളൊരു കോഡ് എന്ത് ചെയ്യുക ഓർത്ത് വെച്ചോ കേട്ടോ. ട്രൈ പാർട്ടി അല്ലെങ്കിൽ PPR എന്ന് വെച്ചോളൂ. അപ്പോൾ ആരൊക്കെയാണ് ഈ പറഞ്ഞ? ഒന്ന് പാലാസാണ്, 2 പ്രതിഹാരാസാണ്, മൂന്നാമത്തത് രാഷ്ട്രകൂടരാണ്. ഓക്കെ, റെഡിയല്ലേ? അപ്പോൾ നിങ്ങൾ നോക്കിയോളൂ. ട്രൈ പാർട്ടി എന്ന് പറഞ്ഞാൽ ഇതേപോലെ തന്നെ ഈ പറയുന്ന ഈ ഒരു ഭാഗങ്ങളിലാണ് നിങ്ങൾ നോക്കണേ. ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പഠിക്കാൻ. കണ്ടോ, ഈ ഒരു ഭാഗത്താണ് രാഷ്ട്രകൂടാസ് ഉണ്ടായിരുന്നത്. പാലാസ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ഭാഗത്താണ്. അതുപോലെ തന്നെ പ്രതിഹാരാസ് ഇന്ത്യയുടെ ഈ ഒരു ഭാഗത്താണ് ഉണ്ടായിരുന്നത് കേട്ടോ. ജസ്റ്റ് അവർക്ക് ഓരോ ആൾക്കാരെയും കാണാം. ഇതാണ് പാലന്മാർ. അതേപോലെ തന്നെ നിങ്ങൾ നോക്ക്, ഇതേപോലെ തന്നെ പ്രതിഹാരാസ് കാണാം. പിന്നെ അതേപോലെ തന്നെ രാഷ്ട്രകൂടര ഇന്ത്യയിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഓക്കെ അല്ലേ? സെറ്റ് അല്ലേ? യെസ്, റെഡി. അങ്ങനെയാണെങ്കിൽ അടുത്തൊരു ചോദ്യം ഇതുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ്. നിങ്ങൾ ഓർത്തു വെച്ചോ. നോക്കിയോ, വാട്ട് ആർ ദ കോൺട്രിബ്യൂഷൻസ് ഓഫ് ദി പാലാസ് ടു ദ സ്പ്രെഡ് ഓഫ് ഇന്ത്യൻ കൾച്ചർ ആൻഡ് ബുദ്ധിസം? മകളെ, അങ്ങനെ ഒരു ചോദ്യം എന്ത് ചെയ്യാം ചോദിക്കാം മകളെ. പ്രധാനമായിട്ട് പാലന്മാരെ കുറിച്ച് ചോദ്യം ഇതാണ്. ഇന്ത്യൻ സംസ്കാരത്തിൻ്റെയും ബുദ്ധമതത്തിൻ്റെയും വ്യാപനത്തിൽ പാലന്മാരുടെ സംഭാവനകൾ എന്തെല്ലാം? ഈ പാലന്മാരുടെ കോൺട്രിബ്യൂഷൻസ് എന്ത് എന്നുള്ള രീതിയിലേക്ക് ഒരു ചോദ്യം വരാം. അപ്പോൾ നമ്മൾ അത് എന്ത് ചെയ്യണം? പഠിച്ചു വെച്ചോണം. നിങ്ങൾക്ക് ജസ്റ്റ് കാണാൻ വേണ്ടി പറ്റും. പാലാസ് ആണ്. പാലാസ് മെയിനായിട്ട് നിങ്ങൾ നോക്കി, പാലന്മാരുടെ കാലഘട്ടത്തിനകത്താണ് പ്രധാനപ്പെട്ട ഒരു ബുദ്ധവിഹാര കേന്ദ്രമായിട്ടുള്ള നളന്ദ ഉണ്ടല്ലോ. ഈ നളന്ദ യൂണിവേഴ്സിറ്റി എന്ത് ചെയ്തിട്ടുണ്ട്? അവർ റീബിൽഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇന്ത്യക്കകത്തൊക്കെ ഭയങ്കരമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? അവർ ഇതുപോലെ തന്നെ റീബിൽഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നോക്ക്, പാലാ കിങ് ആയിട്ടുള്ള ധർമ്മപാല ഈ പറയുന്ന പ്രധാനപ്പെട്ട നളന്ദ എന്ത് ചെയ്തിട്ടുണ്ട്? റീബിൽഡ് ചെയ്യുന്നുണ്ട്. റീബിൽഡ് ദ നളന്ദ യൂണിവേഴ്സിറ്റി കേട്ടോ. ഈ പറയുന്ന നളന്ദ സർവകലാശാല അദ്ദേഹം റീബിൽഡ് ചെയ്യുന്നുണ്ട്. കൂടാതെ ആ നളന്ദയുടെ നടത്തിപ്പിന് വേണ്ടി ഒരു 200 വില്ലേജുകൾ അല്ലെങ്കിൽ 200 ഗ്രാമങ്ങൾ അദ്ദേഹം എന്ത് ചെയ്യുന്നുണ്ട്? ദാനം നൽകുന്നുണ്ട്. 200 ഗ്രാമങ്ങൾ ധർമ്മപാലൻ എന്ത് ചെയ്യുന്നുണ്ട്? അതിന്റെ എക്സ്പെൻസിന് വേണ്ടി, ചെലവിന് വേണ്ടി എന്ത് ചെയ്യുന്നുണ്ട്? ഈ ഗ്രാമങ്ങളെ അവർക്ക് ചെയ്യുന്നുണ്ട്, കൊടുക്കുന്നുണ്ട്. ഇനി അതുകൂടാതെ അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിനകത്ത് തന്നെ വിക്രമശില സർവകലാശാല എന്ത് ചെയ്യുന്നുണ്ട്? സ്ഥാപിക്കുന്നുണ്ട്. ഇത് നമുക്ക് പ്രധാനമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? അദ്ദേഹം ഇതേപോലെ തന്നെ വിക്രമശില യൂണിവേഴ്സിറ്റി എന്ത് ചെയ്യുന്നുണ്ട്? മഗധയിൽ ഇതുപോലെ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്? അദ്ദേഹം ഇതുപോലെ തന്നെ കൊണ്ടുവരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഓർത്ത് വെച്ചോണേ. ഇനി അത് കൂടാതെ ആ കാലഘട്ടത്തിൽ ഒരുപാട് ബുദ്ധവിഹാര കേന്ദ്രങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്? ഇതുപോലെ തന്നെ ഉണ്ടാകുന്നുണ്ട്. പാലന്മാരുടെ കാലഘട്ടത്തിൽ ഒരുപാട് ബുദ്ധവിഹാര കേന്ദ്രങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അതുകൂടാതെ ടിബറ്റുമായിട്ട് നല്ലൊരു ബന്ധം നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഈ സമയത്ത് സ്ഥാപിക്കുന്നുണ്ട് കേട്ടോ. ടിബറ്റുമായിട്ട് നമുക്ക് ഒരുപാട് തരത്തിലേക്കുള്ള ബന്ധം നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ആ കാലഘട്ടത്തിനകത്ത് വരുന്നുണ്ട് കേട്ടോ. ഓർത്ത് വെച്ചോണേ ബുദ്ധവിഹാര കേന്ദ്രമുണ്ട്. അത് മാത്രമല്ല, നമ്മുടെ അറേബ്യയിലെ ഖലീഫമാരുമായിട്ട് ഇവർക്ക് വലിയ ബന്ധമുണ്ട്. അതേപോലെ തന്നെ ശൈലേന്ദ്ര റൂളേഴ്സുമായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്? ഇവർക്ക് ഇതേപോലെ തന്നെ ബന്ധങ്ങൾ കാണുന്നുണ്ട് കേട്ടോ. ഈ പറയുന്ന ഖലീഫയുമായിട്ട്, അറേബ്യയിലെ ഖലീഫയുമായിട്ട് ബന്ധമുണ്ടാകുന്നുണ്ട്. അതേപോലെ തന്നെ ശൈലേന്ദ്ര രാജാക്കന്മാരുമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? ഇതേപോലെ തന്നെ ഇവർക്ക് കോണ്ടാക്ട് എന്ത് ചെയ്യുന്നുണ്ട്? ഉണ്ടാകുന്നുണ്ട്. ഓർത്ത് വെച്ചോണേ, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഭാഗം തന്നെയാണ്. നിർബന്ധമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? പഠിച്ചു വെച്ചോണം കേട്ടോ. അപ്പോൾ എന്തൊക്കെയാണ് പാലന്മാരുടെ കോൺട്രിബ്യൂഷൻസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ പഠിച്ച സാധനങ്ങളൊക്കെ ഒന്ന് ഞാൻ ഷോർട്ട് ആക്കിയിട്ട് എന്ത് ചെയ്യാം പറഞ്ഞുതരാം. നോക്കിയോളൂ. പാലന്മാരുടെ കാലഘട്ടത്തിനകത്ത് നമ്മൾ ഫസ്റ്റ് തന്നെ പറഞ്ഞിട്ടുണ്ട് നളന്ദ അല്ലേ, റീബിൽഡ് നളന്ദ. അവരെന്ത് ചെയ്തിട്ടുണ്ട്? റീബിൽഡ് ദ നളന്ദ യൂണിവേഴ്സിറ്റി. അതാണ് അല്ലേ, നളന്ദ സർവകലാശാല എന്ത് ചെയ്തു? അവർ ഇതുപോലെ തന്നെ പുനരുദ്ധാരണം എന്ത് ചെയ്തു? നടത്തിയിട്ടുണ്ട്. അത് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? പറഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ മക്കളെ, അവരുടെ കാലഘട്ടത്തിനകത്ത് വിക്രമശില അല്ലേ, എസ്റ്റാബ്ലിഷ്ഡ് വിക്രമശില അവരുടെ കാലഘട്ടത്തിന് എന്ത് ചെയ്യുന്നുണ്ട്? ഈ പറഞ്ഞ വിക്രമശില എന്ത് ചെയ്യുന്നുണ്ട്? ഇതുപോലെ തന്നെ അത് സ്ഥാപിക്കുന്നുണ്ട്. വിക്രമശില എന്ത് ചെയ്തിട്ടുണ്ട്? സ്ഥാപിക്കുന്നുണ്ട്. വിക്രമശില യൂണിവേഴ്സിറ്റി എന്ത് ചെയ്യുന്നുണ്ട്? സ്ഥാപിക്കുന്നുണ്ട് എന്ന് നമ്മൾ പറഞ്ഞു. നളന്ദ യൂണിവേഴ്സിറ്റിയുടെ ഇത് നടത്തിപ്പിന് വേണ്ടി 200 ഗ്രാമങ്ങൾ അല്ലേ, 200 വില്ലേജസ് എന്ത് ചെയ്യുന്നുണ്ട്? അവരിതുപോലെ തന്നെ നൽകുന്നുണ്ട് എന്ന് പഠിച്ചു വെച്ചുകൂടാ. അതുപോലെ തന്നെ ടിബറ്റുമായിട്ടില്ലേ, ഈ പറഞ്ഞ ടിബറ്റുമായിട്ടൊരു കണക്ഷൻ നമുക്കുണ്ട് അല്ലേ. ടിബറ്റുമായിട്ട് മാത്രമാണോ കണക്ഷൻ? അല്ല, ടിബറ്റുമായിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മൾ ഈ പറഞ്ഞ ഖാലിഫേറ്റ്സുമായിട്ട് അല്ലേ, ഖലീഫമാരുമായിട്ട് ഇവർക്ക് എന്തുണ്ട്?
ചെയ്യുന്നുണ്ട്, ബന്ധമുണ്ട്. അതേപോലെ തന്നെ ശൈലേന്ദ്ര റൂളേഴ്സുമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട് ഇവർക്ക് ഇതുപോലെ തന്നെ ബന്ധം ഇവർക്കുണ്ട്. അതുകൂടാതെ മക്കൾസെ ഇതാ നിങ്ങൾ നോക്കിയോളൂ, അവർക്ക് അവരുടെ കാലഘട്ടത്തിനകത്ത് ഒരുപാട് ബുദ്ധ വിഹാരാസ് എന്ത് ചെയ്യുന്നുണ്ട് അവരുണ്ടാക്കുന്നുണ്ട്, ഒരുപാട് ബുദ്ധ വിഹാരാസ് അല്ലെങ്കിൽ വിഹാര കേന്ദ്രങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട് സ്ഥാപിക്കുന്നുണ്ട്. സോ ഇത്രയും പോയിന്റുകളാണ് നിങ്ങൾക്ക് ഈ ഒരു ഭാഗത്ത് എന്ത് ചെയ്യേണ്ടത് ഓർത്ത് വെക്കേണ്ടത്. അപ്പോൾ ഓർത്ത് വെച്ചോ, ഈ റീബിൽഡ് ദ നളന്ദ യൂണിവേഴ്സിറ്റി പാൽമാരുടെ കാലഘട്ടത്തിലാണ് നളന്ദ ഒരു സർവകലാശാല അവരെന്ത് ചെയ്യുന്നത് പുനരുദ്ധാരണം നടത്തുന്നത്. അതുപോലെ വിക്രമശില അവർ സ്ഥാപിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ടിബറ്റുമായിട്ടും ഖലീഫയുമായിട്ടും അതുപോലെ തന്നെ ശൈലേന്ദ്ര റൂളേഴ്സുമായിട്ട് ഒരു കണക്ഷൻ അല്ലെങ്കിൽ കോണ്ടാക്ട് എന്ത് ചെയ്യുന്നുണ്ട് ഇവർ ഇതുപോലെ തന്നെ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട് അല്ലേ. ഇവരുമായിട്ടൊക്കെ ഒരു ബന്ധം ഇവർക്ക് എന്ത് ചെയ്യുന്നുണ്ട് ഇതുപോലെ തന്നെ സ്ഥാപിക്കുന്നുണ്ട്, ഒരു കണക്ഷൻ ഉണ്ട്. അതുപോലെ തന്നെ ഇവരുടെ കാലഘട്ടത്തിൽ ഒരുപാട് ബുദ്ധവിഹാരാസും എന്ത് ചെയ്യുന്നുണ്ട് സ്ഥാപിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയും പോയിന്റുകളാണ് ഈ ഭാഗത്ത് എന്ത് ചെയ്യേണ്ടത് നിർബന്ധമായിട്ടും പഠിച്ചു വെക്കേണ്ടത്. ഷുവറാണ്, മസ്റ്റായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം പഠിക്കണം കേട്ടോ. ഓക്കെ, സെറ്റല്ലേ. ഇനി അടുത്തത് മകളെ ഏതാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മകളെ ഡൽഹി സുൽത്താനേറ്റുമായി ബന്ധപ്പെട്ടാണ് എന്ത് ചെയ്യുന്നത് അടുത്തൊരു ചോദ്യം ഈ ഒരു ഭാഗത്ത് നിന്നുള്ളത്. ഡൽഹി സുൽത്താനേറ്റുമായി ബന്ധപ്പെട്ടാണ്. ഡൽഹി സുൽത്താനേറ്റുമായി ബന്ധപ്പെട്ട് ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ നോക്ക്, പ്രധാനപ്പെട്ട ഡൈനാസ്റ്റീസ് ഏതൊക്കെ ഡൈനാസ്റ്റീസ് ആണ്, ഏതൊക്കെ രാജവംശം എന്നുള്ളതാണ് ചിലപ്പോൾ ചോദിക്കുക. മകളെ ഈ രാജവംശങ്ങളൊക്കെ പഠിക്കാൻ സിമ്പിളാണ്. ഞാനൊരു കോഡ് എന്ത് ചെയ്തിട്ടുണ്ട് ഇത് എടുക്കുന്ന സമയത്ത് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ നോക്ക്, കോഡ് ഇത്രയാണ്. ഒന്ന് അടിമവംശം. ഏതൊക്കെയാണ് പ്രധാനപ്പെട്ട രാജവംശങ്ങൾ? ഒന്ന് അടിമവംശം, രണ്ടാമത് വരുന്നത് ഇതേപോലെ തന്നെ ഗിൽജി വംശം, മൂന്നാമത് വരുന്നത് ഇതേപോലെ തന്നെ തുഗ്ലക് വംശം, നാലാമത്തത് സയ്യിദ് വംശം, അഞ്ചാമത്തെ ഏതാണ് ലോധി വംശം. ഇങ്ങനെ 5 എണ്ണമാണ് ഉള്ളത്. അതിനകത്ത് അടിമവംശം ഇതിൻ്റെയൊക്കെ കോഡ് ഒരൊറ്റ കോഡാണ്. ഈ ഒരു കോഡ് നിങ്ങൾ പഠിച്ചാൽ മതി. ഈ ഒരു കോഡ് ഏതാണ് കോഡ്? അഗിദു സലോ എന്നുള്ളൊരു കോഡ് പഠിക്കുക. മക്കളെ അഗിദു സലോ എന്ന് പറഞ്ഞാൽ അടിമവംശമാണ് ഉദ്ദേശിച്ചത്. ഗി എന്ന് പറഞ്ഞാൽ ഗിൽജി വംശമാണ്. തു മീൻസ് തുഗ്ലക് വംശമാണ്. സ മീൻസ് സെയ്ദ് വംശമാണ്. ലോ മീൻസ് ലോധി വംശമാണ്. അപ്പൊ ഇങ്ങനെ പ്രധാനപ്പെട്ടിട്ടുള്ള 5 ഡൈനാസീസ് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു ഇതുപോലെ തന്നെ ഡൽഹി സുൽത്താനേറ്റിൽ ഉണ്ടായിരുന്നു. ഓക്കെ, അത് പഠിച്ചു വെച്ചോളണേ. അപ്പോൾ ഇനി ഇവരുമായി ബന്ധപ്പെട്ട് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ചോദ്യം ഇതാണ്: പ്രിപ്പയർ എ ഷോർട്ട് നോട്ട് ഓൺ അലാവുദ്ദീൻ ഖിൽജി ആൻഡ് മാർക്കറ്റ് റിഫോം. മക്കളെ, അലാവുദ്ദീൻ ഖിൽജി നടപ്പിലാക്കിയിട്ടുള്ള കമ്പോള പരിഷ്കരണത്തിനെ കുറിച്ച് ഒരു കുറിപ്പ് തയ്യാറാക്കാൻ നിങ്ങളോട് ചോദിച്ചിട്ടുണ്ട്. ഏതാണ് അലാവുദ്ദീൻ ഖിൽജി നടപ്പിലാക്കിയ കമ്പോള പരിഷ്കരണത്തെ കുറിച്ച്? എന്താണ് ഈ സംഭവം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ ഷോർട്ടായിട്ട് ഞാനിവിടെ കൊടുക്കുന്നുണ്ട്. അതായത് ശരിക്കും ആക്ച്വലി ഇത്രയും ഭാഗങ്ങൾ ഇതിനകത്ത് ആൻസേഴ്സ് ആയിട്ട് വരും. ഞാൻ പറഞ്ഞത് അതൊന്നും നിങ്ങൾ പഠിക്കാൻ പറ്റിയില്ലെങ്കിലും നിങ്ങൾ ഇത് തന്നെങ്കിലും പഠിക്കുക. ഈ രണ്ട് ലൈൻ തന്നെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യുക പഠിക്കുക. അത് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റില്ലല്ലോ ഈ 2 ലൈൻ. അപ്പോൾ എന്താണ് മാർക്കറ്റ് കൺട്രോൾ, എന്താണ് കമ്പോള നിയന്ത്രണം എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് നിങ്ങൾക്കറിയാലോ, അലാവുദ്ദീൻ ഖിൽജി വലിയൊരു സാമ്രാജ്യം അദ്ദേഹം എന്ത് ചെയ്യുന്നു കൊണ്ടുവരുന്നു. കാരണം വിദേശത്തു നിന്നൊക്കെ അദ്ദേഹത്തിന് ഒരുപാട് ആക്രമണങ്ങൾ ഉണ്ടായിരുന്നു. എക്സ്പെഷ്യലി മംഗോളിയന്മാരൊക്കെ ഇവരെ ആക്രമിച്ചിരുന്നു. അപ്പോൾ സുശക്തമായിട്ടുള്ള ഒരു മിലിറ്ററി അദ്ദേഹത്തിന് വേണം, വലിയൊരു മിലിറ്ററി അദ്ദേഹത്തിന് എന്ത് ചെയ്യണം വേണം. അപ്പോൾ സ്വാഭാവികമായിട്ട് അദ്ദേഹം എന്ത് ചെയ്യുന്നുണ്ട് വലിയൊരു മിലിറ്ററിയെ ഇതുപോലെ തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ മക്കൾ മനസ്സിലാക്കി വെക്കുക, ഈ മിലിറ്ററിയിലുള്ള ആൾക്കാർക്കൊക്കെ തന്നെ ഭക്ഷണവും അവർക്ക് സാധനങ്ങളൊക്കെ എന്ത് ചെയ്യണം വാങ്ങണം. സാധാരണ നിങ്ങൾക്കറിയാലോ, സാധാ മനുഷ്യനെ പോലെയല്ല ഈ പട്ടാളത്തിലൊക്കെ ഉള്ള ആളുകളെ സംബന്ധിച്ചോളം, പ്രത്യേകിച്ച് ഈ മിലിറ്ററിയിലൊക്കെ ഉള്ള ആൾക്കാരെ സംബന്ധിച്ചോളം അവർക്ക് നന്നായിട്ട് ഭക്ഷണമൊക്കെ കഴിക്കണം. അപ്പോൾ കൂടുതലായിട്ട് എന്ത് ചെയ്യണം, അവർക്ക് ഭക്ഷണ സാധനങ്ങളൊക്കെ അവൈലബിൾ ആവണം. അപ്പോൾ സ്വാഭാവികമായിട്ടും അന്നത്തെ കാലത്ത് പൂഴ്ത്തിവെപ്പ്, അതായത് ബ്ലാക്ക് മാർക്കറ്റ്, കരിഞ്ചന്ത, ഇങ്ങനത്തെ കുറേ പരിപാടികൾ എന്ത് ചെയ്തിരുന്നു അന്നുണ്ടായിരുന്നു. അപ്പോൾ സ്വാതന്ത്ര്യത്തിന് എന്ത് ചെയ്യും ക്രമാതീതമായിട്ട് വില കൂടും. അപ്പോൾ ഈ ഒരു ഇത് മനസ്സിലാക്കിയിട്ടുള്ള അലാവുദ്ദീൻ ഖിൽജി തൻ്റെ അനുയായികളായിട്ടുള്ള എല്ലാ ആൾക്കാർക്കും, അതായത് രാജ്യത്തുള്ള എല്ലാ ആൾക്കാർക്കും എല്ലാ സാധനവും എന്ത് ചെയ്യണം ഉറപ്പായിട്ടും എന്ത് ചെയ്യണം ലഭ്യമാണോ. അപ്പോൾ അതുകൊണ്ട് ഇതുപോലെ തന്നെ അത് ലഭ്യമാകാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം മാർക്കറ്റിൽ എന്ത് ചെയ്യുന്നത് ഇതുപോലെ തന്നെ കൃത്യമായിട്ട് ഇടുന്നത്, അതുപോലെ തന്നെ ചില നിയന്ത്രണങ്ങൾ കൊണ്ടുവരുന്നത്. എന്താണ് അദ്ദേഹം കൊണ്ടുവന്ന നിയന്ത്രണങ്ങൾ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മക്കളെ ഒന്നുമില്ല, അന്ന് ആരെങ്കിലും പൂഴ്ത്തി വെച്ച് കഴിഞ്ഞാൽ അവർക്കൊക്കെ ഭയങ്കര പണിഷ്മെന്റും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാണ് കൊടുക്കുകയാണ്. പിന്നെ അതുകൂടാതെ അദ്ദേഹം തന്നെ കുറേ വെയർ ഹൗസസുകൾ അല്ലെങ്കിൽ സംഭരണശാലകൾ ഉണ്ടാക്കുകയാണ്. അങ്ങനെ കുറേ സാധനങ്ങൾ അദ്ദേഹം തന്നെ എന്ത് ചെയ്യാണ് സ്റ്റോർ ചെയ്യാണ്. അതാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നോക്കിക്കോളൂ, എന്താണ് മാർക്കറ്റ് കൺട്രോൾ ഈ പറഞ്ഞ അലാവുദ്ദീൻ ഖിൽജി കൊണ്ടുവന്നത് എന്താണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, കമ്പോള നിയന്ത്രണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നോക്ക് അതിൻ്റെ എയിം എന്താണ്. നമുക്ക് അതിൻ്റെ എയിം നമുക്ക് അവിടെ പറയാൻ പറ്റുന്നുണ്ട്. നോക്ക്, ടു കൺട്രോൾ ദ പ്രൈസ് ഓഫ് ഓൾ പ്രൊഡക്ട്സ്. നമുക്ക് ഫസ്റ്റ് തന്നെ ഇത് പറയാൻ പറ്റും, ടു കൺട്രോൾ ദ പ്രൈസ് ഓഫ് ഓൾ പ്രൊഡക്ട്സ് അല്ലേ. എല്ലാ ഉൽപ്പന്നങ്ങളുടെയും വില നിയന്ത്രിക്കുക, പ്രൈസ് നിയന്ത്രിക്കുക, വില നിയന്ത്രിക്കുക. അപ്പോൾ നോക്ക്, അതിനുവേണ്ടി അദ്ദേഹം എന്തൊക്കെ ചെയ്തു, അതിന് വേണ്ടിയിട്ട് അദ്ദേഹം എന്തൊക്കെ ചെയ്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എസ്റ്റാബ്ലിഷ്ഡ് വെയർ ഹൗസസ് അല്ലേ, അദ്ദേഹം എന്ത് ചെയ്യുന്നുണ്ട് ഒരുപാട് സംഭരണശാലകൾ സ്ഥാപിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ പണിഷ്ഡ് ഹയർ പ്രൈസസ് ഹോൾഡേഴ്സ് അല്ലേ, പൂഴ്ത്തിവെപ്പുകാർക്കും ശിക്ഷകൾ എന്ത് ചെയ്തിട്ടുണ്ട് അദ്ദേഹം നൽകിയിട്ടുണ്ട്. അപ്പോൾ ഇത് ഓർത്ത് വെച്ചോട്ടോ, ഇത് എന്ത് ചെയ്യാൻ ഓർത്ത് വെച്ചോണേ, ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഈ 2 കാര്യങ്ങളാണ് അലാവുദ്ദീൻ ഖിൽജി എന്ത് ചെയ്യുന്നത് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വലിയ ബുദ്ധിമുട്ടൊന്നുമല്ലോ, നമുക്ക് ഈസി ആയിട്ട് പഠിച്ചൂടെ എന്താണ് അതുപോലെ തന്നെ അലാവുദ്ദീൻ ഖിൽജിന്റെ കമ്പോള പരിഷ്കരണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ എയിം എന്താണെന്നുള്ളത് നമ്മൾ പഠിച്ചു. അതേപോലെ തന്നെ അതിൽ അദ്ദേഹം എന്താണ് നടപ്പിലാക്കിയത് അതും നമ്മൾ എന്ത് ചെയ്തു പഠിച്ചു കേട്ടോ. അത്ര സാധനങ്ങളാണ്. അപ്പോൾ സിമ്പിൾ ആയിട്ട് എന്ത് ചെയ്യുക പഠിക്കാൻ ശ്രമിക്കുക. ഓക്കെ, റെഡി. അപ്പോൾ അതാണ് ഈ ഒരു ചോദ്യത്തിന്റെ ആൻസർ ആയിട്ട് എന്ത് ചെയ്യുന്നത് വരുന്നത്. ഇനി മക്കൾ ശ്രദ്ധിക്കുക, അടുത്തത് ഈ ഒരു ഭാഗത്ത് നിന്ന് വരാൻ സാധ്യതയുള്ള ഒരു ഭാഗം എന്ന് പറഞ്ഞാൽ നെക്സ്റ്റ് വരുന്നത് അടുത്ത ചാപ്റ്റർ എന്നാണ്. നോക്കിക്കോളൂ,
മക്കളെ ചാപ്റ്റർ ഇതാണ്, ത്രൂ ദ സാൻഡി എക്സ്പാൻസി അല്ലെങ്കിൽ മണലാരണ്യത്തിലൂടെ എന്ന് പറഞ്ഞ ചാപ്റ്റർ ഉണ്ട്. ഈ ചാപ്റ്ററിനകത്ത് ഷുവറാണ് റിപ്പീറ്റഡ് ആയിട്ട് വരാൻ സാധ്യതയുള്ള വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ചോദ്യം. മകളെ ചില ആൾക്കാരൊക്കെ അത് ശ്രദ്ധിക്കാതെ പോകുന്നൊരു ചോദ്യം. ആ ചോദ്യം എന്താണെന്ന് അറിയോ? ഇതാണ് മക്കളെ ചോദ്യം, ഇതാണ്. നോക്കിയോളൂ, എല്ലാവരും നോക്കിയോളൂ. ക്വസ്റ്റ്യൻ ഇതാണ്, റൈറ്റ് ദ നെയിംസ് ഓഫ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ലാൻഡ് ഫോംസ് ഇൻ താർ ഡെസേർട്ട്. മക്കളെ പ്രധാനമായിട്ടും ഈ പറഞ്ഞ താർ ഡെസേർട്ടിനകത്ത് അല്ലെങ്കിൽ ഈ മരുഭൂമി പ്രദേശത്തിനകത്ത് കാണപ്പെടുന്ന ലാൻഡ് ഫോംസിനെ കുറിച്ച് അല്ലെങ്കിൽ ഭൂവിഭാഗങ്ങളെ കുറിച്ചാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, എഴുതേണ്ടത്. ഏതൊക്കെ ഭൂവിഭാഗങ്ങളുണ്ട് മക്കളെ? നിങ്ങൾക്ക് അവിടെ കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. ഒന്ന് ഡിഫ്ലക്ഷൻ ഹോളോസ് ഉണ്ട്, അപഹന ഗർത്തങ്ങളുണ്ട്. രണ്ടാമത്തത് കേവ്സ് അല്ലെങ്കിൽ ഗുഹകളുണ്ട്. പിന്നുള്ളത് മഷ്റൂം റോക്സ് ഉണ്ട്, കൂൺ ശിലകളുണ്ട്. ലാസ്റ്റ് ആൻഡ് ഫൈനൽ സാൻഡ് ഡ്യൂൺസുകളുണ്ട്. അപ്പോൾ ഓർത്ത് വെച്ചോളൂ, ഇതാണ് ഡിഫ്ലക്ഷൻ ഹോളോ എന്ന് പറയുന്നത്. ഡിഫ്ലക്ഷൻ ഹോളോ എന്ന് പറഞ്ഞാൽ ഇതേപോലെ തന്നെ ഇങ്ങനെ ഭയങ്കര ഒരു ഗർത്തം പോലെ സാധനമാണ് അല്ലേ, അതാണ് സംഭവം അല്ലേ. അതേപോലെ തന്നെ നമുക്ക് മക്കളെ കേവ്സ് ഉണ്ട്, ഗുഹകളുണ്ട്. ഇത്തരത്തിലേക്കുള്ള ഗുഹകൾ എന്ത് ചെയ്യുന്നുണ്ട്, കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. അതേപോലെ തന്നെ നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റുന്നുണ്ട് ഈ പറഞ്ഞ അപരദനം ഒക്കെ നടന്നിട്ട് ഇറോഷൻ ഒക്കെ സംഭവിച്ച് റോക്സുകളൊക്കെ ഇങ്ങനെ മഷ്റൂമിന്റെ ഷേപ്പിലേക്ക് വരികയാണ്. അതാണ് മഷ്റൂം റോക്സ് അല്ലെങ്കിൽ കൂൺ ശിലകൾ. പിന്നെ ഉള്ളത് ഇതുപോലെ തന്നെ സാൻഡ് ഡ്യൂൺസുകളാണ്. സാൻഡ് ഡ്യൂൺസുകളാണ് എന്ത് ചെയ്യുന്നത്, കാണപ്പെടുന്നത് കേട്ടോ. ഓർത്ത് വെച്ചോണം. അപ്പോൾ ഇത് 4 എന്ത് ചെയ്യുക, ഓർത്ത് വെക്കുക. റെഡി അല്ലേ? അപ്പോൾ ഇതാണ് ഭൂവിഭാഗങ്ങൾ മരുഭൂമിയിലേത്. ഓക്കെ, റെഡി. ഇനി അടുത്തത് ഞാൻ പറയാൻ പോകുന്നത് ഏത് ചാപ്റ്റർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഐഡിയാസ് ആൻഡ് ഏർലി സ്റ്റേറ്റ്, ആശയങ്ങളും ആദ്യകാല രാഷ്ട്രങ്ങളും എന്ന് പറഞ്ഞ ചാപ്റ്റർ ഉണ്ട്. ഈ ചാപ്റ്ററിനകത്ത് നിർബന്ധമായി നമ്മൾ പഠിക്കേണ്ടത് മക്കളെ, ഞാൻ പറയുന്നു, ഒരു എസ്സേ വരെ ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യം, ഒരു എസ്സേ ചോദിക്കും. ചോദ്യം ഇതാണ്, ഫൈൻഡ് ഔട്ട് ആൻഡ് ലിസ്റ്റ് ദ കോമൺ ഐഡിയാസ്. ഓർത്ത് വെച്ചോണേ, ഫൈൻഡ് ഔട്ട് ആൻഡ് ലിസ്റ്റ് ഔട്ട് ദ കോമൺ ഐഡിയാസ് പ്രൊപ്പോണ്ട് ബൈ ദ ബുദ്ധ ആൻഡ് മഹാവീര. അപ്പോൾ ഓർത്ത് വെച്ചു മക്കളെ, ബുദ്ധനും മഹാവീരനും മുന്നോട്ട് വെച്ച പൊതു ആശയങ്ങൾ കണ്ടെത്തി പട്ടികപ്പെടുത്തുക. അതായത് ബുദ്ധനും മഹാവീരനും മുന്നോട്ട് വെച്ചിട്ടുള്ള പൊതു ആശയങ്ങൾ കണ്ടെത്തി പട്ടികപ്പെടുത്തുക എന്നുള്ളതാണ് ചോദ്യം എന്നുള്ളത്. അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് ബുദ്ധനും ഇതേപോലെ തന്നെ വർത്തമാന മഹാവീരനും ഇതുപോലെ തന്നെ മുന്നോട്ട് വെച്ച ആശയം. മക്കളെ അറിയാം, ബുദ്ധൻ സ്ഥാപിച്ചതാണ് ബുദ്ധമതം, മഹാവീരൻ സ്ഥാപിച്ചതാണ് ഇതുപോലെ തന്നെ ജൈനമതം. എല്ലാവർക്കും അറിയുന്നതാണ് ഇല്ലേ, എല്ലാവർക്കും അറിയാം. അപ്പോൾ ഇവരുടെ ഒരു കോമൺ ആയിട്ടുള്ളത് എന്താണ്, ഏകദേശം അറിയാം, ഇവരുടെയൊക്കെ ഏകദേശം ഒരേപോലെ തന്നെയാണ്. കാരണം ഏകദേശം ഒരേ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന ആൾക്കാരാണ്. സോ ഏകദേശം കുറേ കാര്യങ്ങൾ നമുക്ക് സാമ്യത ഉള്ളതായിട്ട് കാണാൻ വേണ്ടി പറ്റും. നോക്കിക്കോളൂ എന്തൊക്കെയാണ് അതിൽ നോക്ക്. ബോത്ത് റിലീജിയൻ എംഫസൈസ്ഡ് ദ ഇമ്പോർട്ടൻസ് ഓഫ് നോൺ വയലൻസ്. നോക്കാം, 2 പ്രധാനപ്പെട്ട മതങ്ങളും ഇതുപോലെ തന്നെ മുന്നോട്ട് വെച്ചിട്ടുള്ള ആശയം എന്ന് പറഞ്ഞാൽ അഹിംസയാണ്. അഹിംസയ്ക്ക് അവർ വലിയ തരത്തിലേക്ക് പ്രാധാന്യം കൊടുത്തിരുന്നു. അതാണ് ഒന്ന്. രണ്ടാമത്തത്, അവർ വർണ്ണവ്യവസ്ഥയെ എതിർത്തു. വർണ്ണവ്യവസ്ഥ എന്ന് പറഞ്ഞാൽ പഴയ കാലത്തുള്ള ചാതുർവർണ്ണ സിസ്റ്റം. ഏറ്റവും ടോപ്പിൽ ബ്രാഹ്മണൻ, അതിനെ താഴെ ക്ഷത്രിയൻ, അതിനെ താഴെ വൈശ്യൻ, ഏറ്റവും താഴെ ശൂദ്രൻ. ഈ ഒരു ചാതുർവർണ്ണ സിസ്റ്റത്തിന് എന്ത് ചെയ്തിരുന്നു, അവർ എതിർത്തിരുന്നു കേട്ടോ. അപ്പോൾ ഓർത്ത് വെച്ചോ, സെക്കൻഡ് പോയിന്റ് എന്ന് പറയുന്നത് ദേ അഗെയിൻസ്റ്റ് വർണ്ണ സിസ്റ്റം. അവർ വർണ്ണ സിസ്റ്റത്തിനെ അല്ലെങ്കിൽ വർണ്ണവ്യവസ്ഥയെ അവർ എതിർത്തു. ഓർത്ത് വെച്ചോളൂ. പിന്നെ സാൽവേഷൻ ക്യാൻ ഓൺലി ബി അച്ചീവ്ഡ് ത്രൂ നിർവാണ. അവരുടെ ഒരു പ്രധാനപ്പെട്ട ഒരു തോട്ട് എന്ന് പറയുന്നത് മകളെ, നിർവാണത്തിലൂടെ മാത്രമേ അവർക്ക് എന്ത് ചെയ്യുന്നുള്ളൂ, മോക്ഷം ലഭിക്കുള്ളൂ. ഒരു ജീവിതത്തിനകത്ത് മോക്ഷം എന്ന് പറയുന്നത് നിർവാണത്തിലൂടെയാണ്. നിർവാണത്തിൽ മീൻസ് മരണത്തിലൂടെയാണ് കിട്ടുന്നത് എന്നാണ് അവരുടെ വിശ്വാസം. അതേപോലെ തന്നെ നോക്ക്, അവർ മറ്റുള്ളവരെ സഹായിക്കുകയും അവരുടെ മൂല്യങ്ങൾ മറ്റുള്ളവരെ പഠിപ്പിക്കുകയും ചെയ്തിരുന്നു. ഓർത്ത് വെച്ചോണേ, അവർ മറ്റുള്ളവരെ സഹായിച്ചിരുന്നു. അതുപോലെ തന്നെ അവരുടെ മൂല്യങ്ങളെ ദേ ഹെൽപ്ഡ് അതേഴ്സ് ആൻഡ് തോട്ട് ദെയർ വാല്യൂസ് ടു അതേഴ്സ്. അല്ലേ, മറ്റുള്ള ആൾക്കാരെ തങ്ങളുടെ വാല്യൂസ് എന്ത് ചെയ്യാൻ, പഠിപ്പിക്കാൻ കൂടി അവർ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. പിന്നീട് കണ്ടത് ഈ 2 മതങ്ങളും സ്പ്രെഡ് ചെയ്തത് എവിടെയാണ്, മഗധയിലാണ്. ഈ 2 മതങ്ങളുടെയൊക്കെ തന്നെ കേന്ദ്രം വരുന്നത് എവിടെയാണ്, മഗധയാണ്. അതാണ് ഇത് 5ാമത്തെ പോയിന്റ്. ഇനി ലാസ്റ്റ് വൺ നിങ്ങൾ നോക്ക്, 2 മതങ്ങളും ജനനത്തിന്റെയും പുനർജന്മത്തിന്റെയും ചക്രത്തിൽ വിശ്വസിച്ചിരുന്നു. അതായത് ഇവർ 2 ആൾക്കാരും ജന്മവും പുനർജന്മവും അവരെന്ത് ചെയ്തിരുന്നു, വിശ്വസിച്ചിരുന്നു. ഈ പറഞ്ഞ ബർത്ത് ആൻഡ് റീബർത്ത് സർക്കിളിൽ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, അവരെന്ത് വിശ്വസിച്ചിരുന്നു കേട്ടോ. ഓർത്ത് വെച്ചോണേ. സോ ഇത്രയുമാണ് പ്രധാനമായിട്ട് ബുദ്ധിസത്തിന്റെയും ജൈനിസത്തിന്റെയും കോമൺ ആയിട്ടുള്ള ഫീച്ചേഴ്സ്. ഓർത്ത് വെച്ചോളം എന്തൊക്കെയാണ്, ഒന്ന് നോൺ വയലൻസ്, അഹിംസ, വർണ്ണ സിസ്റ്റത്തിന് അഗെയിൻസ്റ്റ് ആയിരുന്നു. നിർവാണ എന്ന് പറയുന്ന ഇതിനെ അവർ ഇതുപോലെ തന്നെ ഭയങ്കരമായിട്ട് ഇമ്പോർട്ടൻസ് കൊടുത്തിരുന്നു. സാൽവേഷൻ കിട്ടണമെങ്കിൽ നിർവാണ പ്രാപിക്കണം എന്ന് അവർ എന്ത് ചെയ്യുന്നു, വിചാരിച്ചിരുന്നു. അതുപോലെ തന്നെ അവരുടെ വാല്യൂസ് ഒക്കെ മറ്റുള്ളവരെ പഠിപ്പിക്കുകയും ഒക്കെ എന്ത് ചെയ്തിരുന്നു, മറ്റുള്ളവരെ സഹായിച്ചിരുന്നു. ഈ 2 മതങ്ങളും മഗധയിലായിരുന്നു ഇതുപോലെ തന്നെ സ്പ്രെഡ് ചെയ്തിരുന്നത്. അതേപോലെ തന്നെ അവർ ബർത്ത് ആൻഡ് റീബർത്ത് അല്ലേ, സൈക്കിൾ ഓഫ് ബർത്ത് ആൻഡ് റീബർത്തിൽ അവർ വിശ്വസിച്ചിരുന്നു. ഇത് പറഞ്ഞ ജന്മത്തിലും പുനർജന്മത്തിലും അവർ വിശ്വസിച്ചിരുന്നു. സോ ഇത്രയുമാണ് പ്രധാനമായിട്ട് ബുദ്ധിസത്തിന്റെയും ജൈനിസത്തിന്റെയും കോമൺ ഐഡിയാസ്, പൊതുവായ ആശയങ്ങൾ ഇത്രയാണ്. അപ്പോൾ ഇത് പഠിച്ചു വെച്ചോളൂ. ഈ ചാപ്റ്ററിൽ നിന്നും ഏറ്റവും ഷുവറായിട്ട് വരുന്ന ചോദ്യമാണ് ഈ ചോദ്യം കേട്ടോ. അപ്പോൾ മക്കളെ, ഇനി നമുക്ക് ഇത് മാത്രമല്ല, ഈ 1-2 ചാപ്റ്റർ കൂടി നമുക്ക് ഇതേപോലെ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചില ചോദ്യങ്ങളും കാര്യങ്ങളൊക്കെ നമുക്ക് പറയാനുണ്ട്. ഞാൻ പറയട്ടെ, 9ാം ക്ലാസ് ആണ്, അടുത്ത വർഷം 10ാം ക്ലാസ്സിലേക്കാണ്. നിങ്ങൾക്ക് സ്വന്തം പഠിക്കാൻ ഇപ്പോൾ നിങ്ങൾക്ക് സാധിക്കുന്നില്ലെങ്കിൽ ഞാൻ പറയുന്നു, അതിനുള്ളൊരു ബെറ്റർ ഓപ്ഷനാണ് സൈലത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു എൻഡ്
ഗെയിം ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതാണല്ലോ നിഞ്ച ബാച്ചിലെ എൻഡ് ഗെയിം. അപ്പോൾ നിഞ്ച ബാച്ചിനകത്ത് നിങ്ങൾ എൻഡ് ഗെയിമിനകത്ത് നിങ്ങൾ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് ഫീച്ചേഴ്സുകൾ നിങ്ങൾക്ക് ചെയ്യുന്നുണ്ട്, അവൈലബിൾ ആണ്. കാരണം ഓരോ ചാപ്റ്ററിൻ്റെ ഒക്കെ തന്നെ വളരെ ഷോർട്ടായിട്ട് ഇപ്പോൾ റിവിഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. വളരെ ഷോർട്ടായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും, പഠിക്കാൻ പറ്റും. അതായത് ഒന്നര മണിക്കൂർ കൊണ്ടൊക്കെ നിങ്ങൾക്ക് ഓരോ ചാപ്റ്റേഴ്സ് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പഠിക്കാൻ പറ്റും. അപ്പോൾ നിമിഷം നേരം കൊണ്ട് പഠിക്കാൻ പറ്റും. സോ അതുകൊണ്ട് തന്നെ ഞാൻ പറയുന്നു, നിങ്ങൾക്ക് ഇതേപോലെ തന്നെ ഭയങ്കരമായിട്ട് ഇഷ്ടമുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനോടൊക്കെ ചോദിച്ചു നോക്കുക, എങ്ങനെയാണ് നിഞ്ചയിലെ ക്ലാസ് എന്നൊക്കെ ചോദിച്ചു നോക്കുക. അതിനുശേഷം നിഞ്ചയുടെ ഭാഗമായി മാറുക കേട്ടോ. അപ്പം നിങ്ങൾ കോൺടാക്ട് ചെയ്യേണ്ടത് ഈ നമ്പറിലാണ് 9995400800 എന്ന് പറഞ്ഞ നമ്പറിൽ എന്ത് ചെയ്യുക, കോൺടാക്ട് ചെയ്യുക. സോ ഈ വീഡിയോ മക്കൾക്ക് ഇഷ്ടമായെങ്കിൽ, നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ താഴെ കമൻറ്റുകൾ നിങ്ങൾ രേഖപ്പെടുത്തണം. ഇനി നിങ്ങൾക്ക് ഏതെങ്കിലും ചാപ്റ്ററുമായിട്ട് ബന്ധപ്പെട്ട് ജയ്സാർ അടുത്തുള്ള ചാപ്റ്ററുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും ക്വസ്റ്റ്യൻസോ കാര്യങ്ങളോ ഒക്കെ വേണമെങ്കിൽ മക്കൾ അതിൻ്റെ താഴെ എന്ത് ചെയ്താൽ മതി, ജസ്റ്റ് ഒന്ന് മെസ്സേജ് അയച്ചാൽ മതി. അതിൻ്റെ ബാക്കി എന്ത് ചെയ്യാം, വീഡിയോസുമായിട്ട് എന്ത് ചെയ്യാൻ വരാം. സോ ഇത്രയും പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. ബായ് മക്കളെ, ബായ് 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 ബായ്. ഓൾ ദി ബെസ്റ്റ് എവരിവൺ.